കൊടുവയിൽ. എന്താ നടക്കാൻ പോയതാ? അതെ. മറ്റേ അവിടെ എന്താണ് പോയ അങ്ങട്? മംഗലം പാലത്തുള്ള NKT മോട്ടോഴ്സ്. ഈ കാണുന്നതൊക്കെ പാടമാണ്. ഏത് നമ്മൾ വൈകുന്നേരത്ത് നമ്മുടെ മിക്ക വീഡിയോകളിലും വൈകുന്നേരത്ത് നമ്മുടെ സുധേട്ടൻ്റെ വീടൊക്കെ വെള്ളം കയറുന്ന തോന്നുന്നു കേട്ടോ. അഭിയേട്ടൻ്റെ വീട് അതാ കണ്ട. അഭിയേട്ടൻ്റെ അതാ. അപ്പോൾ എന്താ കനാൽ കൂടെ വെള്ളം പോയി നോക്ക്. എൻ്റെ പൊന്നു രക്ഷയില്ല കേട്ടോ. ഇതെന്താന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ITCൻ്റെ ഭാഗങ്ങളിൽ ഹൈവേയിൽ വെള്ളം കയറിയതാണ് ഇപ്പോൾ വലിയ പണിയായിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത രീതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. ഇങ്ങനെയൊന്നും ചരിത്രത്തിലേ ഉണ്ടായിട്ടില്ല. ITCൻ്റെ ഹൈവേയിലേക്കൊന്നും വെള്ളം നിലവിൽ ഈ കാലം വരെ കയറിയിട്ടില്ല. ഇത് നമ്മുടെ വടക്കേത്തറയിലെ മനോജും പ്രജീഷേട്ടനും കൂടിയിട്ട് വെള്ളം കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. എന്താ നോക്ക് ITCയിലൊക്കെ എന്താ നമ്മുടെ ഈ ഇപ്പോൾ 2024 മുത്തപ്പന്മാരുടെ കാലത്ത് ഏകദേശം നമ്മുടെ മുത്തപ്പന്മാരുടെ കാലത്ത് പോലും ഇവിടെ വെള്ളം കയറിയിട്ടില്ല എന്നാണ് പറയുന്നത്. എന്താ നമ്മുടെ നാട് അത്രയും വികസനമാണ്. എന്തൊക്കെ സംവിധാനങ്ങൾ വന്നിട്ടും മറ്റേ എന്താ പറയുക, ഇത് പ്രകൃതി മറ്റേ ഉണ്ടാക്കുന്ന ഒരു നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അതൊക്കെ ഭഗവാൻ തരുന്ന ഓരോ കാര്യങ്ങളാണല്ലോ. കണ്ടമാനം ആളുകൾ യാത്രക്കാരുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കൂടെ എടുക്കായിരുന്നു ശ്രദ്ധിക്കാം. വേണ്ട പോട്ടെ നിൽക്ക്. ഈ ലോറി കഴിഞ്ഞാൽ കയറ്റിക്കും. പോട്ടെ മഴ തണുപ്പോ. ITC ബസ് സ്റ്റോപ്പിൻ്റെ അവിടെയൊക്കെ വെള്ളം നിറയാൻ എവിടെയെങ്കിലും നിർത്താൻ പറ്റുമോ? ഇയാൾ സൈഡിൽ കൂടെ വരും. രണ്ട് കയറ്റി എടുക്കണം. പോട്ടെ പോണത് വരെ വേണമെങ്കിൽ പോവാ. വെറുതെ നടക്കണ്ടാലോ. നാഷണൽ ഹൈവേയിൽ, അതായത് ആലത്തൂരിൻ്റെയും വടക്കഞ്ചേരിയുടെയും നാഷണൽ ഹൈവേയിലാണ് അപ്പോൾ ഈ വെള്ളം. നോക്ക്, ഇതൊക്കെ പാടം ഉണങ്ങിക്കിടക്കുന്ന പാടങ്ങളാണ്. ഇതിലൊന്നും ജമ്മത്തിൽ വെള്ളം വരാത്തതാണ്. ഇതാ മങ്ങലത്തെ ബേബി ആട്ടാൻ, സെന്റില് ചുല്ലാട്ടാൻ, എല്ലാവരും ഇതാ ITC ബസ് സ്റ്റോപ്പാണ് ഇത് കാണുന്നത്. ITC ബസ് സ്റ്റോപ്പിലേക്കുള്ള ഹൈവേ ആണ് ഇത് കാണുന്നത്. ഇത് ഏകദേശം നോക്കി വെള്ളം എന്താ ഒരു ലോറി വരുന്നത് കണ്ടില്ലേ? അതായത് അത്രയും വെള്ളം നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ്. ഈ പാടം അറിയാതെയായി, റോഡ് അറിയാതെയായി. മറ്റേ വാഹനങ്ങൾക്ക് എന്താ പറയുക, യാത്ര ചെയ്യാൻ മറ്റേ ഭയങ്കരമായിട്ടുള്ള, ഇനി വണ്ടി ഓഫായി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത അവർ കാല് കൊടുത്തിട്ടാണ് വരുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. വണ്ടി ഓഫ് ചെയ്താൽ ഇട്ടിട്ട് പോവുക. വെള്ളം കയറിയാൽ ഒരു രക്ഷയൊന്നുമില്ല. വണ്ടി ഓഫായി എന്നാണ് തോന്നുന്നത്. വെറുതെ ഒരു ആവേശത്തിലൊന്നും ആരും വണ്ടി എടുക്കാൻ നിൽക്കണ്ട. നോക്ക്, തിരമാലകൾ വരുന്ന കണ്ട. ആ ലോറി ഓടിയതിൻ്റെ ഇതാണ്. വണ്ടി ഓഫായി എന്നാണ് തോന്നുന്നത്. വെള്ളം അവിടെ നിന്ന് ലോറി വരുന്നുണ്ട്. കണ്ടില്ല, അരയ്ക്ക് വെള്ളമാണ്. ഹൈവേ ആണിത്. ഇതൊന്നും നമ്മുടെ ജമ്മത്തിൽ ഇതുപോലെയൊന്നും ഹൈവേയിൽ ഇത്രയും വെള്ളം ഉണ്ടായിട്ടില്ല.
ശക്തമായിട്ടുള്ള മഴയെ തുടർന്ന് ഇതൊക്കെ നമ്മുടെ നേരിൽ കാണുന്നതൊക്കെ അത് ഫുള്ള് പാടമാണ്. ആ പാടമാണ് ഈ ലെവലിൽ ഇപ്പോൾ കാണുന്നത്. ഒരു രക്ഷയില്ല. ഇപ്പോൾ രണ്ട് സൈഡിൽ കൂടെ വണ്ടി ഓടുന്നതെല്ലാം വന്നിട്ട് ഒരു സൈഡാക്കിയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, പ്രദേശവാസികൾ. പക്ഷേ അതുകൊണ്ടൊന്നും ശ്രീതേട്ടാ ആ ലോറിലൊന്ന് രക്ഷപ്പെടുത്തിയത് രക്ഷപ്പെടുത്താൻ പോവാണ്. ഓക്കെ അതാണ് നമ്മുടെ നാട്ടുകാർ ഒന്നിനും വിടില്ല, എല്ലാവരും രക്ഷപ്പെടുത്തി. നാട്ടുകാരൊക്കെ കൂടി അതിനെ തള്ളി ഒരുവിധം ഇവിടെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. ഒരുപാട് വെള്ളത്തിലേക്ക് ആരും വണ്ടി ഇറക്കാതിരിക്കുക. കണ്ടില്ലേ, അതിപ്പോൾ ഒരു ലോറി വെള്ളത്തിൽ പെട്ടിരിക്കുകയാണ്. അത്രയും ശക്തമായിട്ടുള്ള ഒഴുക്കാണ് ഇപ്പോൾ ഇവിടെ. ഒന്ന് പിടിക്കേ, ഒന്ന് ഹെൽപ്പ് ചെയ്യേ. ഇതാ നമ്മുടെ തമിഴ്നാട്ടിലെ വണ്ടിയാണ്, ഒന്ന് ഹെൽപ്പ് ചെയ്യേ, എല്ലാവരും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യേ. സതി തള്ളണോ. കണ്ടില്ലേ, നാട്ടുകാരൊക്കെ കൂടിയിട്ട് ലോഡുള്ള വണ്ടിയാണ് തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഇതാ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള പോട്ടെ അണ്ണാ. അതാ നമ്മുടെ നാട്ടുകാരെ അതാ രക്ഷപ്പെടുത്തുകയാണ്. ഒരു ലോറി തമിഴ്നാട്ടുകാരൻ്റെ ലോറിനെ രക്ഷപ്പെടുത്തുകയാണ്. ഒരാളും മറ്റേ മടി കൂടാതെ ഇത്രയും വലിയ ലോഡുള്ള വണ്ടിയാണ് നമ്മൾ തള്ളി അതാണ് കേരളം. ഇതാണ് നമ്മൾ കേരളം പറഞ്ഞ അതാണ്. ഒരാളിനെ നമ്മൾ എന്താ പറയുക, അപകടത്തിൽപ്പെട്ട നമ്മൾ വിടില്ല. അങ്ങനെ ഇതാ ഒരു ലോറിനെ, ആ വെള്ളത്തിൽപ്പെട്ട ലോറിനെ ഇതാ കരയിലേക്ക് തള്ളി നീക്കിയിരിക്കുകയാണ്. എന്തായാലും അത് നമ്മുടെ നാട്ടുകാരൻ്റെ സ്നേഹം. ഒരാളും ഇതാകണ്ട, ഒരാൾ അവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. വമ്പൻ പുഴയാണ്, അല്ല മറ്റേ പാടം നിറഞ്ഞ് എന്താ പറയുക ബ്ലോക്കായിരിക്കുകയാണ്. അടുത്തതാ ഒരു വണ്ടി വരുന്നുണ്ട്, അവൻ്റെ അടുത്ത് വരണ്ട പറഞ്ഞാലും വരികയാണ്. അതവർ മറ്റേ വോൾവോ ബസ്സാണ്. വെള്ളം നിറഞ്ഞ് കവിഞ്ഞൊഴിക്കുമ്പോൾ അത് എല്ലാം ഒരുപാട് ഫെസിലിറ്റി ഉള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അതങ്ങനെ വരുന്നത്. എന്നാലും മറ്റുള്ള ബസ്സുകളൊന്നും ഇതുപോലെ കണ്ടിട്ട് വരാൻ നിൽക്കണ്ട, വല്ലം പൊട്ട് കഴിഞ്ഞാൽ പണിയായി. ഓക്കെ, വലിയ വലിയ ബസ്സുകളാണ്. എന്തായാലും നല്ല ശക്തിയായിട്ടുള്ള മഴയാണ് ഇപ്പോൾ കേരളത്തിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ലോറിയും വാഹനങ്ങളും നാഷണൽ ഹൈവേയിലാണ്. അമ്മ ഇങ്ങ വാങ്ങ ഇത് പാടമാണ്. നമ്മുടെ അഞ്ചമൂർത്തി മംഗലം ഭാഗത്തേക്കുള്ള പാടങ്ങളാണിത്. മൊത്തം ബ്ലോക്കായി കിടക്കുകയാണ്. എന്തായി ഉള്ളവർ തന്നെ അല്ലാണ്ട് വേറെ വെള്ളം എന്താ മറ്റേ നമ്മുടെ ഇപ്പോഴത്തെ റോഡൊക്കെ ഏകദേശം കണ്ടില്ലേ. നോക്ക് പൊന്നു നോക്ക്, കടല് വരുമ്പോൾ വലത് വശത്തേക്കൊന്ന് ചേർത്ത് നിർത്തിയിട്ടാണ് എന്താ നോക്ക്. ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് വെള്ളം ഒഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ഒന്ന് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. പോട്ടെ പതുക്കെ പോട്ടെ. നോക്ക് ഇതോ
കുത്തി മറിഞ്ഞ് വരും. ഇത് പാടമാണ്, അല്ലാണ്ട് പുഴയല്ലത്. ആര് പുഴയല്ലത്, ഇത് പാടമാണ്. പാടം നോക്ക് എങ്ങനെ കലങ്ങി മറിഞ്ഞ് വരുന്ന കണ്ടില്ലേ. ആയ് സാമിയേട്ടാ, എന്താ നമ്മളിപ്രാവശ്യം ഞാറിട്ടതൊക്കെ എന്തായി? പോവാ ശ്രദ്ധിക്കാം. ഒക്കെ റോഡൊക്കെ മുങ്ങിക്കിടക്കുകയാണ്. വളപ്പിൽപ്പാടം അഞ്ചുമൂർത്തി മംഗലത്തിൻ്റെ ഏതാ അവിടെ വളപ്പിൽപ്പാടം ഭാഗത്താണ്. കുറേ ചേച്ചിമാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. ചോദിച്ചു നോക്കാം എന്തായാലും. വടക്കേത്തറയാണ്. വടക്കേത്തറ ഇത് നേരെ പോണത് വാവളങ്കാടിൻ്റെ ഭാഗത്താണ്. ഇപ്പോൾ നിലവിൽ വെള്ളം കയറിയിട്ട് ഇത്രയും വന്ന് നിൽക്കുന്നുണ്ട്. ഇത്രയും ജനങ്ങൾ ഇവിടെ കൂടി നിൽക്കുകയാണ്. പ്രദേശവാസികളാണ്. എന്തായാലും ഇതാകണ്ടില്ലേ, ഒരുപാട് ആളുകൾ. ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് വീടുകളുണ്ട്, ഒരുപാട് വീടുകളുണ്ട് ഇവിടെയൊക്കെ. എന്താ നോക്കത്, ആ വീട് പൂർണ്ണമായിട്ടും മൂടിയിരിക്കുകയാണ്. ഇത് നമ്മുടെ മൂച്ചിത്തോടി കരുവപ്പാടം. അവിടെ ഒരു ഓട്ട് വരെ ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് മുങ്ങിയില്ല. അവിടുത്തെ ഒരു RC വീട് ഫുള്ളായിട്ട് മുങ്ങി. ഇവിടുത്തെ രാജേട്ടൻ്റെ വീടാ. രാജുവേട്ടൻ്റെ വീട്. പിന്നെ അവിടെ നിന്നൊക്കെ അങ്ങോട്ടൊക്കെ വീടുകളാണ് അല്ലേ, മൊത്തം വീടുകളാണ്. അത് ആ വീടുകളെല്ലാം നിലവിൽ മുങ്ങിക്കിടക്കുകയാണ്. രതീഷേട്ടൻ്റെ വീട്ടിലേക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നിലവിൽ ഇത് ദൈവദാനം സെൻറ്റർ ഭാഗമാണത്. ഒരുപാട് വീടുകളുള്ള ഒരു സ്ഥലമാണ്. കൂടാതെ വന്നിട്ട് മറ്റേ ഇത് നേരെ മംഗലം പാലം പുഴയാണ്. പുഴ നിറഞ്ഞ് കവിഞ്ഞാണ് ഇപ്പോൾ വരുന്നത്. ഇതാ കണ്ടില്ലേ, മംഗലം പുഴയാണ്. മംഗലം പുഴയാണ് ഇപ്പോൾ നിലവിൽ നിറഞ്ഞ് കവിഞ്ഞ് വരുന്നത്. ഇത് പുഴൻ്റെ വെള്ളം അടിക്കണം നോക്ക്. അതുകൊണ്ട് അത് അവിടെയൊക്കെ വീടുകളാണ്. ആ വീടുകളൊക്കെ നിലവിൽ വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. പുഴ അതാ കാണുന്നതാണ് പുഴ. ആ മരങ്ങൾ നിൽക്കുന്നതാണ് അതിൻ്റെ അതിർത്തി. ആ മരങ്ങളൊക്കെ കവിഞ്ഞിട്ടാണ് ഇത് അപ്പോൾ ഈ വീടുകളിലേക്കൊക്കെ വന്നിരിക്കുന്നത്. ആളുകളിനെയൊക്കെ നിലവിൽ മറ്റേ ഇതൊക്കെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. മംഗലം ഭാഗത്തെ ആപ്പിൾ ബേക്കറി ഒക്കെ ഇവിടുത്തെ വടക്കഞ്ചേരിയിലേക്ക് പോകുന്ന വഴിയാണത്. അതെല്ലാം ഇപ്പോൾ മൂടിക്കിടക്കുകയാണ്. അവിടെയൊക്കെ മൊത്തം ഒരു കാർ അതിൻ്റെ ഉള്ളിൽ ഇതാ പൊട്ടി കിടക്കുന്നുണ്ട്. പുഴ ഏകദേശം മുങ്ങി. ഇത് മംഗലം പാലം. സിദ്ദിഖ പോവാ. ഇതപ്പോൾ ഒരു വീട് പൂർണ്ണമായിട്ട് മുങ്ങിയിട്ടുണ്ട്. അതാക്കണ്ട, അതിലുള്ള ഇതൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതെവിടെ എന്തെങ്കിലും ചോദിക്കണം ഇതിൻ്റെ അടുത്ത്, പ്രസിഡൻറ്റിൻ്റെ അടുത്ത്. സിജോട്ടാ നടക്കട്ടെ. ഇവിടെ പൂർണ്ണമായിട്ടും വെള്ളം മുങ്ങിക്കിടക്കുന്നത്. അതൊക്കെ വീട്. എന്താ നോക്ക്, എത്ര സാധനങ്ങളുണ്ട് ആളുകളുടെ, ഒക്കെ വെള്ളം മുങ്ങിക്കിടക്കണം. ചേട്ടൻ്റെ വീട് അവിടെയാണ്, ഇവിടെ അടുത്ത് തന്നെ അല്ലേ? അവിടേക്കൊന്നും കുഴപ്പമില്ല. ഓ കയറിയിട്ടുണ്ട് അല്ലേ? രാത്രി ഇന്നലെ മുങ്ങിയിട്ടുണ്ട് അല്ലേ? ഓ മാറാറുണ്ട്. ഇവിടുത്തെ പരിസരത്തിലെ ഒരു ചേട്ടനാണ്. ഏകദേശം അതിൻ്റെ ഭാഗത്ത് ഒരു 10ഓളം വീടുകളുണ്ട് എന്നാണ് പറയണത്. അത് ഈ കരിപ്പാലി ഭാഗത്തേക്ക് പോകുന്ന ഒരു വഴിയാണിത്. നെന്മാറ റൂട്ടിലേക്കുള്ള ഒരു റോഡാണ്. ആ റോഡാണ് ഇപ്പോൾ രാത്രി രണ്ട് ചേട്ടന്മാർ പാവങ്ങൾ, അവർ തമിഴ്നാട് ഇവിടെ നിന്ന് വന്നതാണ്. സംഭവം നെന്മാറ ഭാഗത്തു നിന്ന് വന്നതാണ്. സംഭവം ഒരു ബ്ലോക്കായി കിടച്ചു. അപ്പോൾ വണ്ടി ഇറക്കുന്ന സമയത്ത് മറ്റത്രയും വെള്ളം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോഴാണ് വെള്ളം കൂടിയത്. പക്ഷേ വണ്ടി അവിടെ നിന്ന് ഓഫായി പിന്നെ റിവേഴ്സ് എടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് മാറിയെന്നാണ് നിലവിൽ പറയുന്നത്. എന്നാലും അവിടെയുള്ള ആളുകളിലേക്ക് മാറ്റിയിട്ടുണ്ടല്ലോ അല്ലേ? മാറിയിട്ടുണ്ട്. ഓ മാറാറുണ്ട്. ഇപ്പോൾ എവിടേക്കാണ് അവരിനെ മാറ്റിയിരിക്കുന്നത്? ബന്ധുക്കാരെ വീടുകൾ, പിന്നെ അവിടെ പോയി അറിയില്ല. അവിടെ ചോദിച്ചാൽ അറിയാം.
മംഗലം പാലം പുഴയാണ് ഇപ്പോൾ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു വീതിയാണ് നോക്ക്, കണ്ടില്ലേ? ഒരു രക്ഷയില്ലാത്ത നല്ല നല്ല മറ്റേ എന്താ പറയുക, ഇന്നലെ രാത്രി മുതൽ പെയ്തിട്ടുള്ള മഴയിൽ കയറിയിട്ടുള്ളതാണ്. റോഡുകളൊക്കെ ശാന്തമായി, വാഹനങ്ങളുടെ എണ്ണം കുറഞ്ഞ പല ഭാഗത്തും റോഡുകൾ നിറഞ്ഞ് വണ്ടി 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 അവിടെ നിർത്തണ്ട. തള്ളിപ്പോവാന്ന് അറിയില്ല, എന്തുമാത്രം ഫോഴ്സിലാണ് നോക്ക് വെള്ളം വരുന്നത്. അത്രയും ഫോഴ്സിലാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. കരിപ്പാലി ഭാഗത്ത് അതാണ്ടല്ലേ 2 ലോറി, ഒരു ലോറി ഇതാ മണിയാട്ടിൻ്റെ ശ്രീലക്ഷ്മി ടിമ്പർ ഡിപ്പോട്ട് എല്ലാം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. ഇവിടെ ഒരു വീടുണ്ട്, പക്ഷേ ഇവിടേക്ക് വെള്ളം കയറിയിട്ടൊന്നുമില്ല. പക്ഷേ അത് നേരെ നെന്മാറ ഭാഗങ്ങളിലേക്ക് പോകുന്ന ഒരു പാതയാണ്. ലോറി പകുതി സ്റ്റാർട്ട് ചെയ്തിട്ട് അവർ വന്നതായിരിക്കും. അതിൻ്റെ 2 ഭാഗങ്ങൾ, അതിൻ്റെ ബാക്കിലൊരു ലോറി ഉണ്ട് അല്ലേ? എന്താ നോക്കി ലോറികളൊക്കെ ലോറിയിലൊക്കെ വെള്ളം കയറി, അതൊക്കെ അതിലൊക്കെ ഡ്രൈവറൊക്കെ ഇവിടെ നിൽക്കണ്ട. നേരെ കാണുന്നത് മംഗലം പാലം, അവിടെ നിന്ന് നേരെ പോകുന്നത് വടക്കഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ്. അത്രയും വെള്ളം ഉണ്ടല്ലോ ഇപ്പോൾ. എന്താ നോക്ക് ഒരാള് പകുതി, ആള് ഏകദേശം ഒരു 7 അടി ഹൈറ്റുള്ള ആളല്ലേ? 7 അടി ഹൈറ്റുള്ള ആൾ ഇപ്പോൾ ആളുടെ ഇടുപ്പ് വരയ്ക്ക് വെള്ളമാണ്. അതാ പിന്നാലെ കാണുന്ന വീട് പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മുങ്ങി. അതിൽ അത്യാവശ്യം സാധനങ്ങൾ എന്തായാലും മാറ്റാൻ കഴിഞ്ഞു ഉണ്ട് അല്ലേ? എത്ര വീടുകളുണ്ട് ഈ ഭാഗത്ത്? 10-40 വീടുകളുണ്ട് അല്ലേ? ഏകദേശം 20ഓളം വീടുകൾക്ക് ഇപ്പോൾ വെള്ളത്തിലായി അല്ലേ? എന്താ ഒരു പ്രശ്നം. ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ട് പെട്ടെന്നൊന്നും സജ്ജീകരണങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. പ്രതീക്ഷിക്കാത്ത ഒരു മഴയായിരുന്നു സംഭവിച്ചത് അല്ലേ? എന്തായാലും ഇവിടുത്തെ നാട്ടുകാർ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്, മറ്റേ ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആളുകളെല്ലാം കടത്തിയിട്ടുണ്ടല്ലോ അല്ലേ? കടത്തിയിട്ടുണ്ട്. വടക്കഞ്ചേരി പഞ്ചായത്തിൻ്റെ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്, പ്രസിഡന്റ് വന്നിട്ടുണ്ട്. കൂടാണ് കുറയുന്നില്ല. മൂച്ചിത്തോട്ടി 4-ാം വാർഡ് അല്ലേ? വടക്കഞ്ചേരി വടക്കഞ്ചേരി മംഗലം പാലം. ഇവിടെ നിൽക്കാം. വടക്കഞ്ചേരി മംഗലം പാലമാണത്. ഏകദേശം ഇപ്പോൾ എല്ലാം മുങ്ങിക്കിടക്കുകയാണ്. കണ്ടില്ലേ? എന്തൊക്കെയോ സാധനങ്ങളായിട്ട് ഇടയിൽ കൂടെ തേങ്ങ പിടിക്കാൻ വേണ്ടിയിട്ട് ആളുകളുണ്ട്. രക്ഷയില്ല അല്ലേ? ആളുകൾ നിറഞ്ഞ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ കൂടെയുള്ള വാഹന യാത്രകളൊക്കെ മുടക്കം വരുത്തിയിരിക്കുകയാണ് അല്ലേ? അത് അവിടുത്തെ കടകളൊക്കെ അടച്ചല്ലോ അല്ലേ? എന്താ നോക്ക്, എത്ര പുഴ, എത്ര വീതിയായി. അവിടേക്കൊക്കെ കയറിയില്ലേ? കാരുണ്യക്ക് കയറിയാ?
എൻ്റെ പൊന്നോ, എന്താ നോക്ക്, പാലം കുട്ടി തവിട് പൊടിയായിട്ടാണ് പോണത്. പാലം എന്തൊക്കെ നിറഞ്ഞ് കവിഞ്ഞതാ. അവിടുത്തെ കടകൾ, മംഗലം പാലത്തെ കടകൾ, അതിൻ്റെ